കറുപ്പും വെളുപ്പും ചാനലിൻ്റെ പ്രതിവാര പങ്ക്തിയാണ് വാരഫലം. ആദ്യമായിട്ട് 2025 ജൂൺ മാസം 27 തൊട്ടുള്ള അടുത്ത ഒരാഴ്ചത്തേക്കുള്ള ഫലമാണ് ഇത്. വെള്ളി മുതൽ വെള്ളി വരെ എന്നാണ് നമ്മുടെ പങ്ക്തിയുടെ പേര്. ആദ്യമായി മേടരാശിയിൽ അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. കർമ്മസ്ഥാനത്ത് നല്ല പുഷ്ടിയുണ്ടാവും. പുതിയ വ്യാപാര സംരംഭങ്ങൾ തുടങ്ങും. സഹോദരന്മാരെ കൊണ്ട് ഗുണമുണ്ടാവും. ഗ്രഹവും വാഹനവും മോടി പിടിപ്പിക്കും. അടുത്ത ഇടവരാശി. കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി മകയിരത്തിൽ പകുതി. പിതാവിൽ നിന്നും ധനലാഭം. വാഹനത്തിനും ഗ്രഹത്തിനും കേടുപാടുകൾ സംഭവിക്കാം. ശത്രുനാശം ഉണ്ടാകാം. ദാമ്പത്യ സുഖവും. കർമ്മസ്ഥാനത്ത് മന്ദതയുണ്ടാകാം. ശനി അനുകൂലമാണ്. ദേവീക്ഷേത്ര ദർശനം കൊണ്ട് നല്ല ഗുണങ്ങളുണ്ടാകും. മിഥുനരാശി. മകയിരത്തിലര, തിരുവാതിര, പുണർതത്തിൽ മുക്കാൽ ഭാഗം. പിതാവിന് നല്ല അനുഭവങ്ങളുണ്ടാവും. മാതാവിൽ നിന്ന് ധനലാഭം ഉണ്ടാകാം. സഹോദരങ്ങൾ നിമിത്തം മനക്ലേശം ഉണ്ടാകും. ഗ്രഹത്തിനും വാഹനത്തിനും പുഷ്ടി. പുതിയ വീട്ടുപകരണങ്ങൾ വാങ്ങും. സന്താനങ്ങൾക്ക് വിദ്യയിൽ ഉയർച്ചയും ധനലാഭവും ഫലം. അടുത്ത കർക്കിടകം. പുണർതം കാൽഭാഗം, പൂയം, ആയില്യം. പുതിയ കൊടുക്കൽ വാങ്ങലുകൾ നടത്തും. അപ്രതീക്ഷിതമായ ചിലവുകൾ വന്നു ചേരും. പുതിയ എഗ്രിമെൻറ്റുകളിൽ ഒപ്പുവയ്ക്കും. ശത്രുക്കളെ കൊണ്ട് ഉള്ള ദോഷത്തിന് ശമനം ഉണ്ടാകും. ദാമ്പത്യം സുഖകരമാവില്ല. കർമ്മസ്ഥാനത്ത് സ്ത്രീകൾ അനുകൂലമാവും. ചിങ്ങരാശിയിലെ മകം, പൂരം, ഉത്രത്തിലെ കാൽഭാഗം. കടുത്ത തലവേദനയും ക്ഷീണവും ഈ ആഴ്ച അനുഭവപ്പെടാം. ലോഹ വാഹനങ്ങളിൽ നിന്നും ധനയോഗം ഉണ്ടാകാം. കേസുകളിൽ അനുകൂല വിധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് ഉയർന്ന മാർക്കും പുതിയ അഡ്മിഷനും ലഭിക്കും. വീട്ടിൽ സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടാവും. പിതൃസ്വത്തിൽ നിന്നും അനുഭവം ഉണ്ടാവും. ആദായവും ഉണ്ടാവും. അടുത്ത് കന്നിരാശി. ഉത്രം മുക്കാൽ ഭാഗം, അത്തം ചിത്തിര പകുതി. ശത്രുക്കൾ നിമിത്തം ശല്യം, ഉദരരോഗം, ദമ്പതികൾ തമ്മിൽ വിയോജിപ്പ്, ജോലിസ്ഥലത്ത് മാന്യത, യാത്രാക്ലേശം, അന്യായമായ അപരാധങ്ങളെയും പോലീസ് നടപടികളെയും സൂക്ഷിക്കണം. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം കൊണ്ട് ഗുണമുണ്ടാവും. അടുത്ത് തുലാം രാശി. ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. പുതിയ ബിസിനസ്സുകളിൽ ഏർപ്പെടും. സന്താനങ്ങൾക്ക് രോഗാവസ്ഥയും ശത്രുദോഷവും ഉണ്ടാകാം. പങ്കാളികളിൽ നിന്ന് പിന്തുണയും കർമ്മസ്ഥാനത്ത് നിന്ന് ധനലാഭവും ഉണ്ടാകാം. ഗണപതി ക്ഷേത്ര ദർശനം കൊണ്ട് ഗുണമുണ്ടാകും.